ഇതിൽ കണ്ടില്ലേ ഒരു കുതിരന്റെ ചിത്രമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നോർമൽ കേട്ടേട്ടാ. എത്ര കിലോമീറ്റർ നടക്കും? 3 കിലോമീറ്റർ. സ്നോബി ടാറ്റാ ബൈ. രാവിലെ തന്നെ ഉണ്ടല്ലോ നടന്നുകൊണ്ട് നിൽക്കണം. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഇപ്പൊ നടന്നിട്ടോ. അഭിയണ്ണ ഇത് രാജാവിന്റെ തോട്ടത്തിലത്തെ പുളിയാട്ടോ. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എന്ത് ഭംഗിയാണ് ഇതെങ്ങനെ അടുത്തുനിന്ന് കാണാന്. അവിടെ എന്താ പാമ്പുണ്ടോ? ഇയാൾ പറയണത് എന്താ വെച്ചാല് ആ ഭാഗത്ത് പാമ്പ് വരും അത്രേ. ആ കാണുന്ന പാത്രങ്ങൾ മൊത്തമായിട്ട് ഇയാൾ ചെയ്യണം എന്താ വെച്ചാൽ ഇതിന്റെ ട്രിക്സ് ആയിട്ടാണ്. നമ്മൾ ഷോട്ടിന്റെ ആവശ്യമില്ല കേട്ടോ. കണ്ടോ ബാറ്ററി ഇതിന്റെ അടിയിലാണ് കൊടുത്തിട്ടുള്ളത്. ജാസ് സ്റ്റുഡിയോ പ്ലസ്. ഇതെങ്ങനെ റേറ്റ് വരുന്നത് മുല്ല? ഇതൊന്നൊരു പീസ് ഇങ്ങനെ എടുത്തിട്ട് ചമ്മന്തിയിൽ ഇങ്ങനെ നല്ലോണം ഒന്ന് മുക്കിയിട്ട് കഴിച്ചോ കേട്ടോ. ചമ്മന്തി ഉണ്ടല്ലോ പുടുത്തമുട്ടായിട്ട് കേട്ടോ. ദോശ അടിപൊളിയാണ്. മാക്സിമം ഒരു 1000 പറഞ്ഞു കഴിഞ്ഞാൽ 500 നമുക്ക് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. നടന്നു പോകുമ്പോൾ 2 ഇന്ത്യക്കാർ നമ്മളെ ചാനൽ വേണമെന്ന് പറഞ്ഞാൽ വന്നാട്ടോ. എവിടെ സ്ഥലം? ബീഹാർ. കേരള ചാനലേ. ഓക്കെ നെക്സ്റ്റ് ടൈം. പെരിന്തൽമണ്ണ KSRTC ബസ് സ്റ്റാൻഡിന്റെ മുന്നിലാട്ടപ്പം നിൽക്കുന്നത്. ഇന്നൊരു യാത്ര പോവാണ്. എന്തായാലും വെയിറ്റിങ്ങിലാണ്. ആകെ 2 ബസ് മാത്രമേ ഉള്ളൂ ഇവിടെ കാണാൻ. സമയം അതെ 8:20 8:40 നമുക്ക് പെരിന്തൽമണ്ണ മൈസൂരിക്കുള്ള ബസ് വരുന്നത്. എന്തായാലും നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ വെയിറ്റിങ്ങിലാണ്. അതുപോലെ തന്നെ രാവിലെ 5:15 കൂടി മൈസൂരിക്ക് എത്തും. അപ്പോൾ മൈസൂരിക്ക് എത്തിയതിന് ശേഷം എന്താ പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ട്രിപ്പാട്ടോ. പെട്ടെന്നായിരുന്ന ട്രിപ്പാണ്. എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കണം. ഈ വീഡിയോസിൻ്റെ ലാസ്റ്റ് ആയിട്ടാണ് പറയട്ടോ മാക്സിമം എത്ര പേയ്മെൻറ്റ് വന്നു എന്നില്ലേ. KSRTCൻ്റെ സൈറ്റിൽ കയറിയിട്ടാട്ടോ ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തത്. നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് എങ്ങനെയാ വെച്ചാൽ പെരിന്തൽമണ്ണ മൈസൂരിക്ക് എനിക്ക് ടോട്ടൽ പേയ്മെൻറ്റ് വന്നത് 406 റുപ്യാണ് കേട്ടോ ഓൺലൈനിൽ അടച്ചപ്പോൾ. ഇതിൽ കാണിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ 7 മണിക്കൂർ 47 മിനിറ്റും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 292 കിലോമീറ്റർ കാണിക്കണം കേട്ടോ. എന്തൊക്കെയായാലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ബസ്. റോട്ടിലൊക്കെ കണ്ടില്ലേ നിറച്ച് വെള്ളമാണ് കേട്ടോ. ഒരു 15 മിനിറ്റ് മുന്നേ നല്ലൊരു മഴ പെയ്തപ്പോൾ പോയതുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഉണ്ടല്ലോ KSRTC സ്റ്റാൻഡിൽ വലിയ തിരക്ക് കാണാനില്ല കേട്ടോ. ഒന്ന് എന്താ സംഭവം എന്നറിയില്ല. ഒന്നാമത് ശനിയാഴ്ച എങ്ങനെ ആവില്ല കേട്ടോ. നല്ല തിരക്കുണ്ടാവില്ലുണ്ട്. ഇന്ന് വലിയ തിരക്കൊന്നും കാണാനില്ല. കോഴിക്കോട് ഭാഗത്തുള്ള ബസ്സൊക്കെ വന്നു. അതുപോലെ തന്നെ മലപ്പുറം ഭാഗത്തുള്ള ബസ്സും വന്നു. നമ്മുടെ ബസ് വെയിറ്റിങ്ങിലാണ്. ആളുകൾ കുറേ അധികം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ഈ ഭാഗത്തേക്ക്. KSRTC വാഹനങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു പമ്പാട്ടേ കാണുന്നത്. ആ കാണുന്നത് കണ്ടില്ലേ ലൈറ്റ്? അതോട്ടെ രാമദാസ് ഹോസ്പിറ്റൽ. KSRTCക്ക് തൊട്ടടുത്ത് വരുന്നൊരു ഹോസ്പിറ്റലാണ് രാമദാസ് ഹോസ്പിറ്റൽ. അങ്ങനെ നമ്മൾ മൈസൂർ ബസ് എത്തിട്ടോ. പുറത്തും തിരക്കാണ്, രക്ഷയില്ല. അങ്ങനെ നമുക്ക് പോകാനുള്ള ബസ് ഇതാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തിരക്കേണ്ട ആവശ്യമില്ല. സമയം 9:08 8:40 ഈ ബസ് ഈ സ്റ്റാൻഡ് വിട്ട് പോകുന്ന ടൈമാണ്. വന്ന സമയം തന്നെ എല്ലാവരും പാഞ്ഞു പോകുന്ന ഒരു അവസ്ഥയായിട്ടാണ് കണ്ടത്. ബസ്സിലുണ്ടല്ലോ ഒന്ന് കയറി നിൽക്കാൻ പറ്റാത്ത അത്രയ്ക്ക് തിരക്കാട്ടോ. ഞാൻ ബുക്ക് ചെയ്ത സീറ്റിൽ അമ്മച്ചി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എണീക്കേണ്ട അവിടെ ഇരുന്നോന്ന് പറഞ്ഞു. സംഭവം എന്താ വെച്ചാൽ ഇതിന്റെ മുന്നിലായിട്ട് ഒരു താമരശ്ശേരി ബസ് വരുന്നുണ്ട് കേട്ടോ. അതൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇത്ര തിരക്കുണ്ടാവാൻ കാരണം. ഒരു 1.5 മണിക്കൂറോളം യാത്ര ചെയ്തതിന് ശേഷമായിട്ട് എനിക്ക് ഇരിക്കാനൊരു സീറ്റ് കിട്ടിയത്. ഇവിടെ കണ്ടോ അധിക കടകൾ അടഞ്ഞു കിടക്കുകയാണ് കേട്ടോ. അതിൽ തന്നെ ചില കടകൾ മാത്രം തുറന്നിട്ടുള്ളത്. സമയം 10:45 അതുകൊണ്ടായിരിക്കും. എന്തൊക്കെയായാലും ബസ്സിന്റെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞ വണ്ടി സൈഡാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്ത മെയിൻ സ്റ്റോപ്പ് വരുന്നത് മൈസൂരാട്ടോ. അപ്പോൾ അതുവരെ കൂടുതൽ സമയം നിർത്തുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു 10 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ഉണ്ട്. ആ ടൈം കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കട്ടോ. അതിൻ്റെ ഭാഗമാണ്. എന്തായാലും അവിടെ ഇറങ്ങുകയാണ് കേട്ടോ. ഈ ബസ്സിൽ വന്നിന് കുറേ അധികം ആളുകൾ ഇതേ ഈ ഫാമിലി റെസ്റ്റോറൻറ്റിൽ കയറിട്ടോ. ഞാൻ റിസർവ് ചെയ്ത സീറ്റിൽ വേറൊരു പാവം ഒരു അമ്മയായിട്ട് ഇരുന്നീനെ. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഇരുന്നോ കുഴപ്പമൊന്നുമില്ല. മുക്കത്തെത്തിയപ്പോൾ ഏകദേശം സീറ്റൊക്കെ ഒഴിവായത്. സമയം 11:10 പെരിന്തൽമണ്ണ ഭാഗത്ത് നിന്ന് പോരുമ്പോൾ മഴ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ഭാഗത്തേക്കൊന്നും ഒരു മഴയല്ല. ബസ് കയറിയ ശേഷം മഴ പെയ്തിട്ടില്ല. ഒരു 10 മിനിറ്റ് ആയിട്ട് ഇപ്പോൾ വണ്ടി ഇവിടെ നിർത്തിയിട്ട് കേട്ടോ. അതിൻ്റെ നമ്പർ വരുന്നത് നോക്കേ KL15A2046. ബാക്ക് സൈഡ് കണ്ടില്ലേ മൈസൂർ മലയാളത്തിലും ഇംഗ്ലീഷിലും കർണാടക ഭാഷയിലും കേട്ടോ. അതുപോലെ തന്നെ പെരിന്തൽമണ്ണ, പട്ടാമ്പി, മഞ്ചേരി, താമരശ്ശേരി, കൽപ്പറ്റ, മാനന്തവാടി. ആ റോഡിന് 25 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കോഴിക്കോട് എയർപോർട്ട് എത്തട്ടോ. അതാണ് കാണിക്കണത്. ഒരു 1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ബസ് ഇതേ ഡീസൽ അടിച്ചാൽ വേണ്ടി നിർത്തിയതാട്ടോ. ആ പോണ ബസ്സിത്തെ ഡ്രൈവർ എന്താണെന്ന് അറിയാം, ആ ഭാഗത്തു കൂടി പോകണ്ട, അവിടെ മരങ്ങൾ വീണിക്കണു, നല്ല കാറ്റ് വീശണുണ്ട് എന്നാണ് പറഞ്ഞത്. ബസ്സിത്തെ ആരും എണീറ്റിട്ടില്ല കേട്ടോ, ഞാൻ മാത്രമേ എണീറ്റിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയതാണ്. നല്ല തണുപ്പ്, നല്ല തണുപ്പുണ്ട്. സമയം 4:43 നേരം വിളിക്കാൻ സമയമായി. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോന്നിട്ട് ഒരു ചായക്കടയിൽ അപ്പോൾ വണ്ടി സൈഡാക്കിയിരിക്കണം കേട്ടോ. 24 മണിക്കൂർ ഓപ്പൺ ആയി കൊണ്ടിരിക്കുന്ന ഒരു ഹോട്ടലാട്ടോ, റാസ ഹോട്ടൽ. അധികം ആളുകൾ സിഗരറ്റാട്ടോ വലിക്കണത്. എന്തായാലും ഞാനൊരു ചായ എടുത്തു, തണുപ്പൊന്ന് മാറ്റണം അതിന് വേണ്ടിയിട്ട്. ഇവിടെ ചായക്ക് പൈസ കൊടുത്തത് 20 റുപ്യ കേട്ടോ. എന്തായാലും ബസ് കയറല്ലേ. ഓരോരുത്തരായി ബസ്സൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുക കേട്ടോ.
ചായ കുടിച്ചതിന് ശേഷം ബസ്സിൻ്റെ ഡ്രൈവർ മാറിയിട്ടുണ്ട് കേട്ടോ. ബസ്സിൻ്റെ ബാക്കിൽ നിന്ന് നല്ല സൗണ്ട് കേൾക്കാണ്ട്. എന്തായാലും തണുപ്പൊക്കെ ഒന്ന് പോയി ഒരു ചെറിയൊരു ചൂടിൻ്റെ അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ട്. ബസ്സാണെങ്കിൽ പുടുത്തം മുട്ട സ്പീഡിലാണ് പോകണം കേട്ടോ. നേരെ വെളുക്കാൻ കാലത്ത് 4:30 to 5 മണി ആവണുള്ളൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു നല്ല സ്പീഡിലാണ് പോകുന്നത് കേട്ടോ. ഇതിന് മുന്നിലൊക്കെ ഏതെങ്കിലും വണ്ടി പെട്ട് കഴിഞ്ഞാൽ എന്തായാലും കൊടുക്കും, ഷുവറാണ്. അത്രയ്ക്ക് സ്പീഡാണ് അവർ പോകുന്നത്. മൈസൂരിൻ്റെ ഏകദേശം അടുത്തെത്താനായിട്ടുണ്ട്. നല്ല റോഡുകളൊക്കെ ഈ ഭാഗത്ത് കാണാം കേട്ടോ. ഒരു അരമണിക്കൂറോളായിട്ട് ഈ ബസ് തമ്മിലിങ്ങനെ ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയായാലും മൈസൂരിൻ്റെ ഏകദേശം ടൗൺ ഏരിയക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗങ്ങളൊക്കെ മൈസൂരിൻ്റെ ഏകദേശം ടൗൺ ഭാഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഓവർ സ്പീഡിലാട്ടോ 2 ബസ്സും പോണത്. റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തൂടെയാണ് ബസ് പോകുന്നത്. ആ ഒരു ഭാഗത്ത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അതിന് ശേഷം ഇനി പോകുന്നത് ടൗണിലേക്കാണ്. പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ഇവിടെ 5 മണിയായിട്ടുള്ളൂ. ഈ സമയത്തിന് ഇവിടെ എല്ലാ കടകളും തുറന്നേക്കണം കേട്ടോ. അങ്ങനെ മൈസൂർ ബസ് നമ്മൾ ഇറക്കി പോവുകയാണ്. ഈ ബസ്സിൽ നമ്മൾ വന്നത് കേട്ടോ. ഫുഡ് കഴിച്ചതിന് ശേഷം മുക്കത്തുനിന്ന് മുതലേ മൈസൂർ വരെ പുടുത്തം പൊട്ട ചവിട്ടലാട്ടോ ഈ ബസ് ചവിട്ടിയത്. ഇത് നേരെ പോയത് ലെഫ്റ്റിക്കാണ്. നമുക്ക് പോകേണ്ടത് സ്റ്റാൻഡിക്കാട്ടോ. സ്റ്റാൻഡ് ആ കാണുന്ന ഭാഗത്താണ്. ആ കാണുന്ന ഭാഗത്തിന് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അങ്ങനെ ഉണ്ടല്ലോ 5:32 നമ്മൾ മൈസൂർ എത്തിട്ടോ. മൈസൂർ ടൗണിലാപ്പം നിൽക്കണം കേട്ടോ. കർണാടകൻ്റെ KSRTC കണ്ടുകൊണ്ട് നല്ല ഉള്ള കാണാൻ വൃത്തിയുണ്ട്. ബസ് സ്റ്റാൻഡ് വരുന്നത് അതാണ് കേട്ടോ. രാവിലെ 5:40 KSRTC ബസ് സ്റ്റാൻഡിൽ വരുമ്പോൾ കാണുന്ന കാഴ്ച കേട്ടോ. ഇഷ്ടം പോലെ KSRTC ആണ്. അതും പല കളറിലും പല രൂപത്തിലും ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ കാണുന്ന വേറെ കാഴ്ച എന്താ വെച്ചാൽ ലോക്കൽ ബസ്സാണ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ലേ ഒരു ബസ്, അതിന്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അത് ബാംഗ്ലൂരിലെ ബസ്സാണ്. മൈസൂർ ടു ബാംഗ്ലൂരെ കാണിക്കണം കേട്ടോ. എന്തായാലും നന്ന രാവിലെ വന്ന് മൈസൂർ ടൗണിൽ കൂടി നടക്കുമ്പോൾ ഒരു വേറെ ഫീൽ തന്നെ കേട്ടോ. വലിയ തണുപ്പൊന്നും ഇല്ല കേട്ടോ. ഒന്ന് രാവിലെ ആണല്ലോ, അപ്പൊ ഒന്ന് പുറത്തിറങ്ങി നോക്കട്ടോ എന്താ അവസ്ഥ എന്നില്ലേ. ഓട്ടോക്ക് ടിക്കറ്റ് എടുക്കുന്ന ഒരു കൗണ്ടർ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് അടവാണ്. 7 മണിയാവും തുറക്കണമെങ്കിൽ. വലിയ തിരക്കൊന്നും പുറത്ത് കാണാൻ കേട്ടോ. പക്ഷെ ഉള്ളിൽ തിരക്കുണ്ട്. ഇതുമ്പോൾ കണ്ടമാനം വർക്ക് വരുന്നുണ്ട് കേട്ടോ. നോക്കിയേ, ഇതിൽ കണ്ടില്ലേ ഒരു കുതിരൻ്റെ ചിത്രമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മൈസൂരിൻ്റെ ഏകദേശം ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു KSRTCയിൽ ഒരു പുതിയ ബസ്സുകളിലാണ് ഇപ്പോൾ അധികം ഇങ്ങനെ കാണാനുള്ളത്. അതുപോലെ തന്നെ പഴയ ബസ്സിൽ അത്രയ്ക്ക് ചിത്രം പണികളില്ല. പക്ഷേ കേരളത്തിലത്തെ KSRTC ഉണ്ടല്ലോ അതുപോലെ തന്നെ കേട്ടോ. അതിൽ മാക്സിമം പരസ്യമൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടി ആ ടൈപ്പ് ആ കാണുന്നതല്ലാതെ ആ കുതിരൻ്റെ ചിത്രമല്ലാതെ വേറെ ഒന്നും അതിൽ കൊടുത്തിട്ടില്ല. രാവിലെ തന്നെ ടൗണിൽ ഇറങ്ങിയപ്പോഴേ കർണാടകൻ്റെ കുറേ അധികം KSRTCകൾ ടൈപ്പ് ബാക്ക് സൈഡ് കാണുന്നത് ഇഷ്ടം പോലെയാണ്. പല ടൈപ്പിൽ പല രൂപത്തിൽ. ഇനി ഇവിടെ നമുക്ക് പള്ളിയിൽ പോകണം. ഇപ്പോൾ സമയം 5:30 ആയല്ലോ. അപ്പോൾ സുബഹി നിസ്കരിച്ചാൻ വേണ്ടി പള്ളിയിൽ പോകണം. ആ കാണുന്ന ബസ് സ്റ്റാൻഡില്ലേ അവിടെ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ റേറ്റ് കാട്ടോ നമുക്ക് നടക്കണ്ടേ. ആ ഭാഗത്ത് നമ്മൾ വന്നു കേട്ടോ. ആ ഭാഗത്തിനാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് വരുന്നത് ഇവിടെയാണ് കേട്ടോ. നമുക്ക് നടക്കാനുള്ളത് അങ്ങോട്ടാണ്. അവിടെയാണ് പള്ളി കണ്ടിട്ടുള്ളത്. ഇതെന്താണെന്ന് വെച്ചാൽ മനസ്സിലായില്ല. പക്ഷെ ഒന്ന് മനസ്സിലായത് വലിയൊരു ഗേറ്റാണെന്ന് മനസ്സിലായി. ആദ്യമൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി പാസിങ് ഉണ്ടായിട്ട് ഈ കാണുന്ന സെറ്റ് ഉണ്ടല്ലോ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തിന് കേട്ടോ ഈ ഒരു ഗേറ്റ് വന്നിട്ടുണ്ട്. ബോസേ ഇതെന്താ? ഇത് നാർമൽ ഗേറ്റ് ഏട്ടാ. ഇത് നാർമണി ഗേറ്റ്. നാർമണി ഗേറ്റ് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡ് ഗേറ്റ്. ബസ് സ്റ്റാൻഡ് ഗേറ്റ്. നെയിം നാർമണി. ഓക്കെ, താങ്ക് യു. കുറച്ച് മുന്നേ നമ്മളൊരാളോട് സംസാരിച്ചില്ല. അപ്പോൾ അയാൾ പറഞ്ഞത് നാർമണി ഗേറ്റ് എന്നാണ് പറഞ്ഞത്. ഈ ബസ് സ്റ്റാൻഡിലേക്കുള്ള ഗേറ്റ് എന്ന് പറഞ്ഞത് പണ്ട് കാലത്ത് ഉണ്ടാക്കിയിരുന്ന ഗേറ്റ് ആയിരിക്കും. എന്താ അറിയില്ല, നമുക്ക് പോയോക്കാം. ഈ ഭാഗത്ത് കണ്ടില്ല കുറേ അധികം കുതിരവണ്ടികൾ കാണാം കേട്ടോ. പല രീതിയിൽ പല ടൈപ്പിൽ കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഭാഗത്ത് ഇങ്ങനെ നിരത്തിയിട്ടൊക്കെയാണ്. ചില കുതിരവണ്ടികളെല്ലാം മൂടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊരു മരത്തിൻ്റെ ഷോട്ടായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത് മൂടി വെച്ചിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെ പോകുകയാണെങ്കിൽ കുറേ ഭാഗങ്ങൾ കാണാം. ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് കുതിരവണ്ടി. ഇതുപോലെ കുറേ അധികം കുതിരവണ്ടികൾ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അതിവിടെ കാണാം. രാവിലെ തന്നെ ആളുകളുണ്ടല്ലേ പൂക്കളൊക്കെ കച്ചവടം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി വെച്ചാട്ടെ ഈ ഭാഗത്ത്. ഈ ബസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റിലെ സൈഡിൽ കുറേ അധികം ആളുകൾ മൂത്രം ഒഴിക്കുക അതില്ല മറ്റുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാഡ് സ്മെല്ല് നല്ല ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ സൈഡിൽ കൂടി നടക്കുന്നത്. ഈ സൈഡിൽ കൂടി നടക്കുക ഒരിക്കലും സേഫ്റ്റി അല്ല. നമ്മളിപ്പോൾ പോകണമെന്ന് പറഞ്ഞാൽ പള്ളി പോകണം ആദ്യം. അതിൻ്റെ ഭാഗമായിട്ട് പള്ളി തിരഞ്ഞു പോവുകയാണ് കേട്ടോ. ഈ ടൗണിൽ നിന്നുണ്ടല്ലോ ഒരു 10 മിനിറ്റ് നടന്നാലേ ഉള്ളൂ ആ പള്ളിക്ക് എത്തുക. അങ്ങനെ കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴേ റൗണ്ട് അബൌട്ട് വന്നിട്ടോ. അവിടുന്ന് റേറ്റിക്ക് നമുക്ക് പോകേണ്ടത്. മൈസൂർ വന്നപ്പോൾ ഉണ്ടല്ലോ അവിടുത്തെ കാലാവസ്ഥ പക്ക കേട്ടോ. രാവിലെ തന്നെ മഴയല്ല, അതുപോലെ തന്നെ തണുപ്പില്ല, പക്ക. നമ്മൾ നാട്ടിൽ നിന്ന് പോരുമ്പോൾ കേരളത്തിൽ നിന്ന് പോരുമ്പോൾ അവിടെ പുടുത്തം മഴയാണ്. ആ സ്ഥാനത്ത് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടൊക്കെയാണ് വിളിച്ചപ്പോൾ. ഈ ഭാഗത്തുണ്ടല്ലോ ഹോട്ടലുകളൊക്കെ തുറന്നു വരുന്നുള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ ദേ ബിൽഡിങ്ങൊക്കെ പൊളിച്ചിട്ടിരിക്കണം കേട്ടോ. പക്ഷേ ഈ ഒരു ഭാഗം നോക്കിയ കാഴ്ച ഒരു പഴയ കാലത്ത് എന്തോ മാതിരി ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഭാഗത്ത് കാണുമ്പോൾ. ഇന്ന് നടന്നതേ നമ്മളെ പള്ളി എത്തിട്ടോ. അപ്പോൾ ഈ പള്ളി കയറാതെ അങ്ങനെ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ. നോക്കിയേ 2 ഭാഗത്തും വീടുകളായിട്ട് അങ്ങനെ നീണ്ടു പോവാണ് കേട്ടോ ആ ഭാഗത്തേക്ക്.
ഈ പള്ളി നോക്കിയൊരു വെറൈറ്റി മോഡലല്ലേ ചെയ്തിട്ടുള്ളത്. ഈ പള്ളിൻ്റെ തൊട്ടടുത്തൊരു ബോർഡ് നോക്കിയേ, KSRTC ബസ് സ്റ്റാൻഡ് അങ്ങോട്ടാണ് വരുന്നത്, മൈസൂർ പാലസ് അങ്ങോട്ടാണ് വരുന്നത്, സൂ വരുന്നത് അങ്ങോട്ടാണ്. അങ്ങനെ കുറേ ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബസ് സ്റ്റാൻഡിൻ്റെ ഏകദേശം അടുത്തൊരു ഗേറ്റ് ഉണ്ടല്ലേ, അതുപോലെ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് കേട്ടോ. ഈ ഗേറ്റിൻ്റെ പേരറിയോ? ഗേറ്റ് നെയിം നടന്നു പോന്നപ്പോൾ കണ്ടൊരു പാലസാട്ടോ, JP പാലസ് ഈ കാണിക്കണത്. അടിപൊളി പക്ക സെറ്റാക്കിയിട്ട് ചെയ്തിരിക്കണം, ഒരു കൊട്ടാരമാതിരി തന്നെ പറയാണ്ടില്ലേ. ഈ പാലസിൻ്റെ മുൻഭാഗം തന്നെ പക്ക സെറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. KSRTC അല്ലേ, അതാണെങ്കിൽ അങ്ങനെ യൂട്ടൺ ചുറ്റിയിട്ട് റേറ്റ് കേട്ടോ. നടന്നപ്പോൾ രസം എന്താ വെച്ചാൽ കർണാടകത്തെ ആൾക്കാർ എന്നോടാണ് വഴി ചോദിക്കുന്നത്. കുറച്ച് മുന്നേ ഒരു കാറേരം കർണാടകത്തെ കാറിനാണ്, അയാളത് KSRTC സ്റ്റാൻഡോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കൊടുത്തു കേട്ടോ. സംഭവം എന്താ വെച്ചാൽ കർണാടകക്കാരാണ്, പക്ഷെ കർണാടകക്കാരായിട്ട് പോലും അവർക്ക് ചില സ്ഥലങ്ങളൊന്നും അറിയാത്ത അവസ്ഥയാണ്. ഈ ഭാഗത്തൊക്കെ ഒരു കുതിര വണ്ടി ടയറുണ്ടല്ലോ, റബ്ബർ സെറ്റ് ചെയ്ത് കേട്ടോ. കുതിരക്ക് കഴിക്കാനുള്ള പുല്ല് ഇതിൽ കാണാണ്ട്, കസ്റ്റമർക്ക് ഇരിക്കാനുള്ള സീറ്റ് സെറ്റാണ്. ടയറിൻ്റെ വലിപ്പം അത്യാവശ്യം നല്ല സൈസിലെ ടയറാട്ടോ. എന്തായാലും ഇത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കയറായി കെട്ടിയിട്ട് കണ്ടില്ലേ, ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരും കൊണ്ടാവണം എഴുതിയിട്ടുണ്ടാവും. ഈ വണ്ടി കണ്ടിട്ട് നമ്മൾ ജസ്റ്റ് നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ. നോക്കിയേ, ഇഷ്ടം പോലെ 1, 2, 3, 4, 5 ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഓൾറെഡി ലോക്ക് ചെയ്ത് വെച്ചിരിക്കണം, അവിടെ കാണാൻ പറ്റണില്ല. എത്ര കിലോമീറ്റർ നടക്കും? 3 കിലോമീറ്റർ. ഓ സ്നോബി ടാറ്റാ ബൈ. ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ കണ്ടൊരു മാളാട്ടോ, എന്തോ ഒരു വലിപ്പാന്ന് നോക്കിയേ. ഇതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഒരു അമ്പലം കണ്ടില്ലേ, ഇവിടെ കുറേ അധികം ആളുകൾ വന്ന് തൊഴുത് പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് മുന്നേ കണ്ടതാണ്. അങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചായക്കാരുണ്ട് കേട്ടോ. ഒരു 9 മണിക്കായി കഴിഞ്ഞാൽ പുടുത്തം പുട്ട തിരക്കാണ് അവിടെ കാണുന്നുണ്ട്. ഈ കാണുന്ന മെഷീൻ ജനറേറ്ററാണ്, ഇതെന്താണെന്ന് മനസ്സിലായില്ല. എന്തായാലും ഈ പൈപ്പ് ലൈനായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ്. ഇവിടെ കണ്ടോ, കർണാടക പോലീസ് അക്കാഡമി മൈസൂർ പോലീസുകാർക്കുള്ള ട്രെയിനിങ്ങും അതുപോലെ തന്നെ രാവിലെ ഇവർക്ക് കുറച്ച് പാരേഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമല്ലേ സ്പേസ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഏരിയ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. കണ്ടമാനം മെറ്റൽ കൊടുന്ന് അടിച്ചിട്ടുണ്ട് കേട്ടോ. റോഡ് നോക്കേ, ഈ റോഡും അതുപോലെ തന്നെ ഇത് കണ്ടില്ല നിരത്താനാണ്. ആ ഭാഗങ്ങളിലൊക്കെ വെള്ളം പോകാനുള്ള ചാലുകളൊക്കെ കയറി സെറ്റാണ്. ആ ഭാഗത്തും അതുപോലെ തന്നെ വെള്ളം പോകാനുള്ള ചാലുകളൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഉണ്ടല്ലോ നടന്നുകൊണ്ട് നിൽക്കണം, ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഇപ്പം നടന്നിട്ടോ. ഈ ഒരു മരം കണ്ടില്ലേ, എന്ത് ഭംഗിയായിട്ടേ പല ഭാഗത്തേക്കായിട്ട് പോയിട്ടുള്ളത്. ഈ ഭാഗത്ത് നോക്കിയേ 2 ലൈനായിട്ടാണ് കാണുന്നത് വെള്ളം പോകാനുള്ളത്. ഈ ഭാഗം മൊത്തമായിട്ട് ഇനി റോഡായിരിക്കട്ടെ എന്തായാലും. അപ്പോൾ മെറ്റലും കാര്യങ്ങളും നിരത്താണ്ട് അതിൽ കണ്ടില്ലേ ഒരു സ്റ്റേഡിയം കാണിക്കുന്നു കേട്ടോ. അപ്പോൾ സ്റ്റേഡിയം ഭാഗത്തേക്കൊന്ന് പോയേക്കാം. ആ ഭാഗത്തായിട്ടാണ് സ്റ്റേഡിയം പറയുന്നത്. ഇവിടെ നോക്കിയാൽ പോലീസിൻ്റെ ഒരു പാർക്ക് കാണാം കേട്ടോ. പോലീസ് പാർക്ക് അറിയണ്ട എന്താ സംഭവം? പോലീസ് പാർക്ക് ಅದೆಲ್ಲ ಇದು ನೀರಿನ ಟ್ಯಾಂಕ್ ಇಂದು ಇದು ನೀರ್ ಬಿಡ್ತಾರಲ್ಲ, നീര് ബീർന ತಣ್ಣಿ ಪಾರ್ಕ್ ಅದು. തണ്ണി പാർക്ക്. ഈ ഒരു പാർക്കിനെ കുറിച്ച് അമ്മച്ചിനോട് ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞത് തണ്ണി പാർക്ക് എന്ന് പറഞ്ഞത് പോലീസുകാർക്കുള്ള പാർക്കാണ്. അത് തണ്ണി പാർക്ക്, തണ്ണി പറഞ്ഞാൽ കള്ളുടിക്കണം അങ്ങനെ എന്തോ പറഞ്ഞത് കറക്റ്റ് മനസ്സിലായില്ല കേട്ടോ. ഈ ഭാഗത്ത് കാണുന്ന ചെറിയ ചെറിയ വീടുകളാട്ടോ. നോക്കിയേ എത്ര ചെറുതാലേ കാണാൻ, ഒക്കെ ഒരുപോലെ. ഇതുപോലെ തന്നെ 100 കണക്കിലുള്ള വില്ലകളാട്ടോ തലമുതൽ ഈ തലവരെ കാണാനുള്ളത് ഈ ഭാഗത്ത്. ഈ ആല് കണ്ടില്ലേ, ചുറ്റുഭാഗം ഫില്ലർ കൊടുത്ത് കെട്ടി നിർത്തിയിട്ട് അതിൻ്റെ സെൻട്രലായിട്ടാട്ടോ ഈ ആല് വരുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഈ ഭാഗത്ത് നോക്കുമ്പോൾ. ആ കാണുന്ന പാർക്കാണ് കേട്ടോ. ഈ റോഡ് നേരെ പോവാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന റോഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാട്ടോ. ഇവിടെ കൂടുതലായിട്ട് കാണുന്ന വീടുകൾ ഈ റോഡിനാട്ടോ. അപ്പൊ ഈ റോഡിന് നമുക്കൊന്ന് പോയേക്കാം. അരമണിക്കൂറോളായിട്ട് ഇപ്പൊ ഈ റോഡിൽ നടന്നുകൊണ്ട് നിൽക്കുകയാണ്, ആരും കാണല കേട്ടോ. പക്ഷെ കാറുകളൊക്കെ 2 സൈഡിലായിട്ട് കാണാണ്ട്. ഒന്നാമതെന്താ വെച്ചാൽ രാവിലെ 6 മണിക്കപ്പം നടക്കണത്, അതുകൊണ്ടായിരിക്കും. ഇവിടുന്ന് അങ്ങോട്ടാട്ടോ ഇനി വീടുകൾ സ്റ്റാർട്ട് ചെയ്യണത്. അവിടെ കണ്ട ഒരു പ്രായ ഒരാൾ പേപ്പർ വായിക്കണതാണ് കേട്ടോ. എന്തായാലും നടന്നു പോകുമ്പോൾ കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ ഒരേമാതിരി ഏകദേശം സെയിം വീടുകളാട്ടോ ഈ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് കാണുന്നത്. റോഡും തന്നെ ഒരു 1 വേ റോഡാണ് കാണിക്കണം. എന്താ വെച്ചാൽ 2 റോഡില്ല, ഒരു റോഡിൻ്റെ നമ്മൾ ഫുൾ റോഡിൻ്റെ ഒരു പകുതി റോഡ് എന്നൊക്കെ പറയില്ലേ. ഇതൊക്കെയാണെങ്കിലും നല്ല വൃത്തിയുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്ത്. കാറുകളൊക്കെ കണ്ടില്ലേ, മാക്സിമം ഇവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇട്ടിക്കണത്. നമ്മൾ ഇല്ല സ്ഥലത്ത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താതില്ലേ, അത് ഇവർ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ റോഡിൽ കൂടി നടക്കുമ്പോൾ ഈ ഒരു വീടിൻ്റെ തൊട്ടടുത്ത് കൂടിയാണ് പോകണം കേട്ടോ. റോഡും വീടും വലിയ വ്യത്യാസമില്ല. എന്തൊക്കെയാലും ഈ ഒരു ഭാഗം നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ലൊരു ഫ്രഷ് ആണെന്ന് പറയാം. അടിപൊളി. ഇത് ഗവൺമെന്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് അറിയില്ല കേട്ടോ, എല്ലാത്തിനും ഒരു ഒതുക്കുണ്ട് ഇവിടെ കാണാൻ. അവിടെ ഒരാൾ പേപ്പർ ഇടുന്നുണ്ട് കേട്ടോ, അയാളോട് ചോദിച്ചൊക്കെ എന്താണെന്നില്ലേ. ഇത് പോലീസിന്റെ വില്ല ഇത് വില്ല എങ്ങനെ? പോലീസ് ഏരിയ കംപ്ലീറ്റ് പോലീസ് ഗവൺമെന്റ് പ്രോപ്പർട്ടി വരുന്നത്. എത്ര വില്ലുണ്ടോ ടോട്ടൽ? എത്ര വില്ലുണ്ടോ? 700. ഈ സ്ഥലത്തിന് എന്താ പറയുക നെയിം? ജൽപുരി പോലീസ് ക്വാർട്ടേഴ്സ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഈ ഭാഗം മൊത്തം വരുന്നത് ഗവൺമെൻറ്റിൻ്റെ പരിധി പറഞ്ഞ വില്ലയാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടത്
ഒരാളവിടെ പേപ്പർ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അയാളോട് നമ്മൾ കണ്ടപ്പോൾ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഇത് മൊത്തം ഗവൺമെൻറ് ലെവലിൽ വരുന്ന സ്ഥലമാണ്. ഇവിടെ ഒരാളിരിക്കുള്ളൂ കേട്ടോ. ആളൊന്ന് കാണിച്ചു തരാം. ഞാൻ സ്റ്റഡി ചെയ്യും, ഞാൻ ഡീസൻ്റായി. ഞാൻ ഈ കളിക്കില്ല, ഞാൻ പോവാ. ആൾ കുറച്ച് സ്ട്രോങ് ആട്ടോ. ആ ഭാഗത്ത് നിന്ന് കുറച്ച് മുന്നേക്ക് നടന്നപ്പോൾ കണ്ട ബിൽഡിങ്ങാണ് കേട്ടോ ഈ കാണുന്നത്. ആ കാണുന്നത് ഒരു സ്റ്റേഡിയമാണ് കേട്ടോ. കുറച്ചും കൂടി മുന്നേ പോയി കഴിഞ്ഞാൽ മെയിൻ എൻട്രൻസ് കാണാം. അപ്പോൾ അവിടെ നമുക്ക് കയറിയിട്ട് നോക്കി നോക്കാം. നടന്നു വന്നപ്പോഴേ കണ്ടൊരു സ്റ്റേഡിയത്തിൻ്റെ മെയിൻ എൻട്രൻസാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ അധികം വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കണ്ടോക്കാട്ടോ. ഉള്ളിൽ കയറിയിട്ട് വലിയൊരു ഗ്രൗണ്ടാട്ടോ. അവിടേക്ക് വരുന്ന ഗേറ്റാട്ടോ ഈ കാണുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പേസ് വരുന്ന ഒരു ഗ്രൗണ്ടാണ്. ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. അതൊന്ന് ചോദിച്ചു നോക്കണ്ടത് എന്താ സംഭവം എന്നില്ലേ. രാവിലെ തന്നെ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് നടന്നു വരുമ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടത്. ഇതെന്താ സംഭവം എന്നില്ല മനസ്സിലായില്ല. ഒന്ന് പോയോക്കെ അടുത്ത് കേട്ടോ. ഈ കാണുന്നൊരു സ്റ്റേഡിയം ആട്ടോ. അതിൻ്റെ ഉൾഭാഗത്തേക്കുള്ള മെയിൻ എൻട്രൻസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ അധികം ആളുകൾ അവിടെ നിന്ന് എക്സസൈസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് അതുപോലെ നിന്ന് പോയ കുറേ വണ്ടികൾ നിർത്തിയിട്ടിട്ട് എടുക്കാതായി പോയതാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ ഓൾറെഡി അവിടെ നിന്ന് സ്റ്റക്കായിട്ടുണ്ട് 2 വണ്ടി. ഈ ഭാഗത്ത് കൂടി നടന്നപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഏരിയയാണ് ഈ ഭാഗം. വലിയൊരു ഗ്രൗണ്ടാട്ടോ ഈ ഭാഗം വരുന്നത്. ഒരു ഗ്രൗണ്ട് ഇവിടെ, ഒരു ഗ്രൗണ്ട് അപ്പുറത്ത്, ഫുള്ളായിട്ട് ഫ്രീ ഗ്രൗണ്ടായിരുന്നു. ഈ ഓപ്പൺ ആയ ഗ്രൗണ്ടിൽ കൂടി നമുക്ക് കയറി നോക്കാം എന്താ അവിടുത്തെ അവസ്ഥ അതിന് മനസ്സിലാക്കാം. നേരത്തെ കണ്ട എൻട്രൻസ് ഉണ്ടല്ലോ, ആ കാണുന്ന എൻട്രൻസ് ആണ്. അതിന് നേരെ വന്നു കഴിഞ്ഞാൽ ഒരു കൊടിമരം കാണാം. അതിന് ശേഷമാണ് പിന്നെ ഗ്രൗണ്ടിലേക്ക് എത്തണം കേട്ടോ. ഇവിടെ കണ്ടമാനം ആളുകളുണ്ട്. ഈ ഭാഗത്തുണ്ടല്ലോ ഒരു ബോർഡ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ സ്റ്റേഡിയത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒന്ന് കയറി നോക്കാം കേട്ടോ. സ്റ്റെപ്പുകൾ വലിയ വലിയ സ്റ്റെപ്പുകളാണ്. ആ ഭാഗത്ത് നിന്ന് നമ്മൾ കയറി വന്നത് കേട്ടോ എൻട്രൻസ്. ഈ ഭാഗം നോക്കി എന്ത് ഭംഗിയാണ് ഇതേ കാണാൻ. അടിപൊളിയല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. ഇത്രങ്ങനെ ആൾക്കാരെ നോക്കി ഈ ഭാഗത്ത് എല്ലാവരും ഓരോന്നായിട്ട് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. പക്ഷെ നല്ലൊരു മഴ വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് പോവാണ്. എന്തായാലും അടിപൊളി സ്റ്റേഡിയം കേട്ടോ, രക്ഷയില്ല. അങ്ങനെ സ്റ്റേഡിയത്തിന് പുറത്തിറങ്ങി കേട്ടോ. ഈ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് ഏരിയ കേട്ടോ ഈ വരുന്നത്. സ്പോർട്സ് സയൻസ് സെൻ്റർ ആട്ടോ, മൈസൂർ കാണാം കേട്ടോ. ആ ഭാഗത്തുള്ള മാക്സിമം കാഴ്ചകൾ കണ്ട് പറഞ്ഞു കേട്ടോ. പുറത്തേക്ക് പോകണമെങ്കിൽ നല്ല മയക്കാറ് വന്നു കേട്ടോ. ഇവിടെ കണ്ടില്ലേ ഒരാൾ ചായ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു കേട്ടോ. ഈ കാണുന്ന ആലുണ്ടല്ലോ, ഇത് പൊട്ടിച്ചാടിയാണ് സംശയം കേട്ടോ. കൊണ്ടൊക്കെ ഈ ഭാഗത്തുള്ള മതിലൊക്കെ പൊളിഞ്ഞു പോയിട്ടോ. ആ ഒരു ഭാഗം അങ്ങനെ അടർന്ന് ചാടിയിരിക്കുകയാണ്. നല്ല വണ്ണല്ലൊരു കാല് പൊക്കി കഴിയുമ്പോൾ സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടോ. ട്രാൻസ്ഫോമർ അടിയിരിക്കണേ. ഗോപാലഗൗഡാണ് ഒരു ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ അപ്പം നിൽക്കണം കേട്ടോ. ഹോസ്പിറ്റലിൻ്റെ മുൻഭാഗം വരുന്ന ആ സൈഡിലാട്ടോ. ലെഫ്റ്റ് സൈഡിലായിട്ട് പോലീസ് സ്റ്റേഷൻ കാണാം. ഈ സൈഡ് കാണുന്ന ഒരു പാർക്കാണ്, എൻ്റെ ബാക്ക് സൈഡ് കാണുന്ന ഒരു പാർക്കാണ്. ആ ഒരു പാർക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ചുറ്റുഭാഗം റോഡാണ്, സെൻട്രൽ ഭാഗത്ത് പാർക്കാണ്. ഈ ഭാഗത്ത് കണ്ടോ ഒക്കെ വൈറ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ. നല്ല ഫിനിഷിംഗ് ഉണ്ട് കാണാൻ. മൈസൂരിൻ്റെ ഈ ഭാഗത്ത് കൂടി നടന്നു പോകുമ്പോൾ കാഴ്ച നോക്കിയേ. ഇടിഞ്ഞു പൊളിഞ്ഞ് ചാടാനായ കുറേ അധികം വീടുകൾ. അത് എന്താണെന്നില്ല ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. അവിടെ എന്താ അറിയോ എന്ത് ഈ കാണണേ ബന്ദ് അഭി ബന്ദ് കുറെ മുന്നത്തെ അത് ഓപ്പൺ ആയേ. ഓക്കെ താങ്ക് യു. അയാൾ പറഞ്ഞത് വെച്ചാൽ കൊട്ടാരം ഉണ്ടല്ലോ, കൊട്ടാരത്തിലെ കുറേ അധികം കുതിരകളുണ്ട്. ഐറ്റകളൊക്കെ ഇവിടെ നിന്നിരുന്ന് പറഞ്ഞ്. ഇവിടെ എവിടെയെങ്കിലും എൻട്രൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് പോയി കാണാം കേട്ടോ. ഈ കർണാടകയിലുണ്ടല്ലോ പല ടൈപ്പിലുള്ള ബസ്സുകളുണ്ട്. പച്ചയുണ്ട്, ചുവപ്പുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഏത് ഭാഗത്തേക്ക് നടന്നു കഴിഞ്ഞാലും പാർക്കാണ് കേട്ടോ. ഈ മരത്തുമ്പോൾ നോക്കിയാൽ നിറച്ച് അച്ചിപ്പുളും കണ്ടേ. കണ്ടോ അച്ചിപ്പുളുങ്ങ ജസ്റ്റ് നോക്കി, അടിപൊളിയല്ലേ. അങ്ങനെ ആ മരത്തുമ്പോൾ നമ്മളിത് ഒരു അച്ചിപ്പുളും കടത്തിട്ടോ. അത് കഴിച്ചു നോക്കാം എന്താ അവസ്ഥ അതില്ലേ. പുളി ഉണ്ടോ മധുരം ഉണ്ടോ നമുക്ക് നോക്കാം. ഇത് രാജാവിൻ്റെ തോട്ടത്തിലത്തെ പുളിയാട്ടോ, നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല പുളിയാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. വാവ്, പണ്ടൊക്കെ ഉണ്ടല്ലോ ചെറുപ്പത്തിൽ നമ്മൾ കൂടുതലായിട്ട് കഴിച്ചിന്. അടിപൊളി. റോട്ടൊക്കെ ഉണ്ടല്ലോ ഈ പുല്ല് വളർന്നിട്ട് നടക്കാനുള്ള സ്പേസ് ഇല്ല കേട്ടോ. എന്തായാലും ഈ ഭാഗത്തൊക്കെ നോക്കിയേ ഒരു വെറൈറ്റി ടൈപ്പ് ഫ്ലവർ കാണാം കേട്ടോ. നല്ല രസമുള്ള പൂക്കൾ കേട്ടോ. ആ ഭാഗത്തൊക്കെ ഉണ്ടേ. ഒന്ന് അടുത്തുനിന്ന് കാണിച്ചു കേട്ടോ, സൂം ചെയ്തിട്ട്. അപ്പോൾ എന്ത് ഭംഗി ഉണ്ടാക്കി, എന്ത് ഭംഗിയാണ് ഇതെങ്ങനെ അടുത്തുനിന്ന് കാണാൻ. ഇതൊക്കെ മൈസൂരിൽ വരുമ്പോൾ നമ്മൾ മാക്സിമം ഒന്ന് എൻജോയ് ചെയ്യണം കേട്ടോ ഈ കാഴ്ചകളൊക്കെ. രാവിലെ തുടങ്ങി നടത്താട്ടോ. ഓട്ടോയിലൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ പല ഭാഗങ്ങളും കാണില്ല കേട്ടോ. ആ ഭാഗത്ത് വള്ളം കെട്ടിക്കണ കാണാൻ കേട്ടോ. ചെറിയ രീതിയിൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് കേട്ടോ. ആ ടൈമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തൊന്ന് എൻട്രൻസ് കാണാനട്ടോ. ഇതൊക്കെയല്ലേ കുറച്ച് നടന്നു നോക്കാം. ഈ ഭാഗത്തേക്ക് ആളുകൾ വേസ്റ്റ് കൊടുത്ത് തള്ളണുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ ഭാഗത്ത് കമ്പിയിട്ട് കാണാൻ കണ്ടില്ലേ. ഇതുപോലെ കമ്പിയിലെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഇപ്പോൾ 1/2 കിലോമീറ്റർ നടന്നിട്ടോ. ഫുള്ളായിട്ട് കമ്പിയിട്ടൊക്കെയാണ്. ബലമായ സംശയം ആൾക്കാർ വേസ്റ്റ് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ലെവലിൽ ചെയ്തിട്ടുണ്ടാവുക. കാക്കകളും അതുപോലത്തെ പ്രാക്കളൊക്കെ കാണാം കേട്ടോ. ഒരാളവിടെ തീറ്റിട്ട് എടുക്കുന്നുണ്ട്.
ഈ കാണുന്നൊരു അമ്പലം കേട്ടോ, അമ്പലത്തിന്റെ മുൻഭാഗത്ത് നിന്നിട്ടാണ് ഇയാൾ ഇവിടെ ഭക്ഷണം കൊടുക്കുന്നത്. ഈ മരത്തിന് മൊത്തമായിട്ട് അത് തന്നെ കേട്ടോ. ഇതെന്താ അമ്പലമാണ് വരുന്നത്? ക്ഷേത്രം ഏതാണ്? ക്ഷേത്ര നെയിം അവിടെ എന്താ പാമ്പുണ്ടോ? ഇയാൾ പറയണത് എന്താ വെച്ചാല് ആ ഭാഗത്ത് പാമ്പ് വരും അത്രേ. ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചിട്ട് അപ്പോൾ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കണേ, നമ്മൾ കടിക്കണ കാണുന്നു. അയാളെ കയ്യിൽ കണ്ടമാനം ഫുഡ് ഉണ്ട് കേട്ടോ. ഫുഡൊക്കെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം, അപ്പോൾ പാമ്പ് വരുന്ന പറയണത്. ഇയാളിപ്പോൾ ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്നത് പാമ്പുകൾക്കാട്ടോ. എന്താ അല്ലേ, കുറച്ച് സമയമായിട്ട് അയാളിങ്ങനെ കൊടുത്തോണ്ടിരിക്കണം. ഇവിടെയൊക്കെ നിറയെ പാമ്പുണ്ടെന്ന് പറയുന്നത്. ക്ലീൻ ചെയ്യണല്ലേ? ക്ലീനിങ് ഡെയിലി ക്ലീൻ ചെയ്യാത്. ഇയാൾ ചെയ്യണത് നല്ലൊരു കാര്യം കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഭാഗത്തേക്ക് വരുന്ന എല്ലാ ജന്തുക്കൾക്കും എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് വരുന്ന കാക്കകളായിക്കോട്ടെ, പ്രാക്കളായിക്കോട്ടെ, മൈനുകളായിക്കോട്ടെ, അവർക്ക് എല്ലാത്തിനും ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കട്ടെ ഇയാൾ. അതുപോലെ തന്നെ ഇയാൾ ഈ ഭാഗത്ത് കണ്ടമാനം ബിസ്ക്കറ്റുകൾ പെറിഞ്ഞ് പോയിട്ട് അങ്ങനെ കാണണ്ട. ടൈഗർ ബിസ്ക്കറ്റ് മുതൽ കണ്ടമാനം ബിസ്ക്കറ്റുകളുണ്ട് കേട്ടോ. അതിനുശേഷം അയാൾ ചെയ്തെന്താ വെച്ചാൽ ഈ കാണുന്ന പാത്രങ്ങളുണ്ടല്ലോ, ആ കാണുന്ന പാത്രങ്ങൾ മൊത്തമായിട്ട് ഇയാൾ ചെയ്യണമെന്താ വെച്ചാൽ ക്ലീൻ ചെയ്ത് കാണ്ട് അതിൽ വെള്ളം പാരുകയാണ് കേട്ടോ ചെയ്യണത്. എല്ലാ പാത്രവും ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്തിട്ട് നല്ല വൃത്തിയിലെ വെള്ളം വെക്കണം കേട്ടോ. നോക്കി പുതിയ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം കണ്ടോ. എന്താ അല്ലേ, ഇയാൾ ഇതിൻ്റെ മുന്നിൽ നിന്ന് അങ്ങനെ ഇട്ട് കൊടുക്കുകയായിരുന്നു. ഇയാൾ കുറച്ച് മുന്നേ അങ്ങോട്ട് നിന്നിട്ട് കുറച്ച് പ്രാർത്ഥിച്ചു. പിന്നെ അതേ ഈ ഭാഗത്തേക്ക് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആളുകൾക്കും ഓരോ വിശ്വാസങ്ങളാണല്ലോ. കുതിരവണ്ടിയൊക്കെ പോണു, ദേ പോണു, അടിപൊളിയല്ലേ. അങ്ങനെ KSRTC ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തെത്തിയപ്പോൾ നല്ല വെയിലാട്ടോ. നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴേ റൗണ്ട് അബൌട്ട് ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ഹൈവേ ഉണ്ടല്ലോ, നാഷണൽ ഹൈവേ 766 കേട്ടോ. കർണാടക പോലീസിൻ്റെ കീഴിൽ വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ഈ കാണുന്നത് ആ ഭാഗത്തേക്ക് നമുക്ക് എൻട്രൻസ് ഇല്ല കേട്ടോ. ഇത് ആളുകൾക്ക് നടക്കാനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അത്യാവശ്യം റോഡ് നല്ല വീതി ഉണ്ട്, അതുകൊണ്ടായിരിക്കും കണ്ടോ. മരങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം നോക്കിയേ ഒരു റോഡിൻ്റെ വീതി ഒഴിവാക്കിയിട്ടുണ്ട്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഇടത് ഭാഗത്ത് കാണുന്ന കാഴ്ചകൾ അടിപൊളി കാഴ്ചകളാണ്. അടിപൊളി കാഴ്ചകൾ, ഗാർഡൻ ആക്കിയിട്ട് നല്ല അടിപൊളി വീടുകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഓരോ ആളുകൾ ഏറ്റെടുത്ത് നടത്തുകയാണോ സംശയമാണ്. ഒന്ന് പോയോക്കട്ടെ എന്താ അവസ്ഥ എന്നില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ഭാഗത്ത് വൈറ്റ് പേപ്പറിൽ എഴുതിക്കണു ട്രെയിനിങ് ഓഫീസേഴ്സ് മാത്രമേ ഉള്ളൂ എന്നില്ല. മാങ്ങ, അതുപോലെ തന്നെ ഉറുമാമ്പായം, അടക്കാപ്പായം, നെല്ലിക്കൊക്കെ കച്ചവടം ചെയ്യണം കേട്ടോ. ഈ ഭാഗത്തൊക്കെ അടിപൊളി മാങ്ങകളാട്ടോ കാണാൻ. നമുക്കൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ഒക്കെ കിട്ടണം കേട്ടോ. നാച്ചുറലായിട്ട് പ്രകൃതിയോട് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആ മരങ്ങളൊക്കെ നോക്കി എന്ത് ഭംഗിയാണ് അല്ലേ. ഇവിടെ ഒരാൾ കണ്ടോ ഈ ഭാഗത്ത് ഫുള്ള് കൂളിംഗ് ഗ്ലാസ് നോക്കിയിട്ടൊക്കെയാണ്. നടത്തത്തിനിടയിൽ കാണുന്നവരെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. എന്തായാലും ഈ ഭാഗത്തുണ്ടല്ലോ യൂക്കാലിഫിൻ്റെ മരങ്ങൾ നിറയുണ്ട്. അബ്ദുൽ നാസർ സബ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒരു ബോർഡ് കാണാം കേട്ടോ. കുറച്ച് മുന്നോട്ടെത്തിയപ്പോൾ റൗണ്ട് അബൌട്ട് എത്തിട്ടോ. ഏകദേശം കണ്ടമാനം കാലം പഴക്കമുള്ള ഒരു ആലാട്ട് ഈ കാണുന്നത് വേറെ ടൈപ്പിലൊരു ബസ്സാണ്. പല ടൈപ്പ് കളറിലുള്ള ബസ്സുകൾ ഉണ്ട് കേട്ടോ. ഇതിവിടെ വണ്ടികൾ നല്ല വരുന്നുണ്ട്. ഈ ഭാഗങ്ങളിലാണ് ഓട്ടോറിക്ഷ പാർക്ക് വരുന്നത്. ഈ ഭാഗത്തുണ്ടല്ലോ റോഡ് അങ്ങനെ നീണ്ടു പോവാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ സൈഡ് കണ്ടൊരു കാഴ്ച. ഇവരങ്ങനെ ഒന്ന് ഭക്ഷണം കഴിക്കാം കേട്ടോ. 1, 2, 3, 4 കാണാൻ നല്ല ഭംഗിയില്ല കുതിരകളാട്ടോ. ഒരു കയറോ ഒന്നുമില്ല കേട്ടോ, ഒക്കെ ഫ്രീ ആയിട്ട് വിട്ടൊക്കെയാണ്. ഇപ്പം വൈറ്റ് അടിപൊളിയാണ്, ആരും വരെ ബുദ്ധിമുട്ടിക്കാനില്ല കേട്ടോ. ഇവരങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടൊക്കെയാണ്. ഒരു കയർ പോലും ഇല്ലാതെ ഇവരിതേ ഫ്രീ ആയിട്ട് അങ്ങനെ നിന്നോളും. മൈസൂർ വരുമ്പോൾ കാണൊരു കാഴ്ചയാണ് ഇത്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഒറ്റയിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം കേട്ടോ. ഇവരൊരു ആപ്പ് ഉണ്ട് കേട്ടോ, ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട്, അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആകാരം. ഒരു വണ്ടി ഇപ്പോൾ പുറത്തേക്ക് എടുക്കുന്നുണ്ടാണ്. ഓക്കെ ഉണ്ടോ, വലിയ ഹൈറ്റിലാണ്, ഒരു ആവറേജ് ഹൈറ്റിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ സൈക്കിൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് നോക്കുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആവട്ടോ. ഇതിൽ കാണുന്നുണ്ടല്ലോ ജസ്റ്റ് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുന്ന ശേഷം ഇതേമാതിരി ഫോളോ ചെയ്യുന്ന ശേഷം ഇത് ഇലക്ട്രിക് സൈക്കിളാണ്. നമ്മൾ ഷോട്ടിൻ്റെ ആവശ്യമില്ല കേട്ടോ. കണ്ടോ ബാറ്ററി ഇതിൻ്റെ അടിയിലാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ പ്ലഗും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ചാർജും കാര്യങ്ങളൊക്കെ സെറ്റായി വരുന്നതാണ്. ഇവർ പറയുന്നത് വെച്ചാൽ ഒരു ദിവസത്തിന് 750 റുപ്യ നമുക്ക് റേറ്റ് വരുന്നുണ്ട്. ജാസ് സ്റ്റുഡിയോ പ്ലസ്. ഓക്കെ, താങ്ക് യു. ഈ ഭാഗത്ത് കാര്യം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സൈക്കിൾ ഉണ്ട്, ഒന്ന് എക്സ്പീരിയൻസ് നോക്കുന്നത്. വെറൈറ്റി എക്സ്പീരിയൻസ് ആവും. നല്ല രസമൊരു പശു കേട്ടോ. കുറച്ച് മുന്നേ നമ്മളൊരു വീട് കണ്ടല്ലോ, ആ വീടാട്ടോ ഈ വീട്. ഇവിടെ ആരും താമസമൊന്നുമില്ല കേട്ടോ. ഈ ഭാഗം ഉണ്ടല്ലോ നമ്മൾ നേരത്തെ കണ്ട അതേ അവസ്ഥ തന്നെ കേട്ടോ. എന്താ വെച്ചാൽ നീണ്ടു കിടക്കുന്ന വഴിയാണ്. അവിടെ കണ്ട കുതിര ഉണ്ടല്ലോ, ആളിതാ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ തലയിലെ മുടി ശ്രദ്ധിച്ചു നോക്കി, എന്ത് ഭംഗിയാണ് കാണാനല്ലേ. കുറച്ച് സമയത്തേക്ക് നടന്നുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇടക്കിടക്ക് മഴ വരും, പിന്നെ കുഴക്കും, പിന്നെ എടുത്തേക്കും. ഈ ഭാഗത്ത് നോക്കിയേ ട്രാക്ടറുകൾ കാണാം കേട്ടോ. വലിയൊരു ഗേറ്റ് കാണാം കേട്ടോ. ആ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇനി പോകണത്. ഈ റോഡ് ഉണ്ടല്ലോ നീണ്ട് കിടക്കട്ടെ. ഒരു 1.5 കിലോമീറ്ററോളം നീളം കാണാണ്ട് ഇവിടെ നോക്കുമ്പോൾ. ആ ഭാഗത്തേക്ക് ചുറ്റുഭാഗം മുള വെച്ചിട്ടുണ്ടല്ലോ, കമ്പി ഉണ്ടല്ലോ, അതിട്ട് ചുറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. കുറേ സമയം നടന്ന് മുന്നോട്ട് വന്നപ്പോഴേ അവിടെ 2 ഭാഗത്തായിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ.
എന്താ ഫുഡ് എന്നറിയില്ല, അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം. ഈ കാണുന്ന റോഡ് ഉണ്ടല്ലോ 4 ഭാഗമായിട്ട് തിരിയാട്ടോ. സെൻട്രലായിട്ട് ഇതേ റൗണ്ട് അബൌട്ട് കാണാം കേട്ടോ. ഇവിടെ കണ്ടോ പൂക്കളൊക്കെ, മുല്ല ഇതെങ്ങനെ റേറ്റ് വരുന്നത് മുല്ല. സ്ട്രീറ്റിൽ കൂടി നടക്കുമ്പോഴേ കുറേ അധികം കാഴ്ചകൾ നമുക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ ഫ്രൂട്ട്സാണ് വരുന്നത്. അതുപോലെ തന്നെ പല ടൈപ്പ് പച്ചക്കറികളൊക്കെ ഈ ഭാഗങ്ങൾ കാണാം കേട്ടോ. കുറേ സമയം ഇപ്പോൾ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അവിടെ സിഗ്നലും കാര്യങ്ങളൊക്കെ കാണാണ്ട് ബ്ലോക്കാണ് ഭാഗത്ത്. PD ഗ്രൂപ്പ്സ് ആണ് എന്തോ സംഭവം ഉണ്ട് ഇവിടെ. പബ്ലിക് ടോയ്ലറ്റ് ആണ് ഈ ഭാഗത്ത്. കൂടുതലായിട്ട് കാണുന്നത് എന്താ വെച്ചാൽ സാധാരണക്കാരെ കടകളാട്ടോ, ചെറിയ കടകളാണ് ഈ ഭാഗത്ത്. ഉണ്ടല്ലേ കണ്ടമാനം ചെടിച്ചട്ടികൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. പെയിന്റ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ തന്നെ പല വലിപ്പത്തിലില്ല കേട്ടോ. വലിയ ഈ ടൈപ്പൊക്കെ നോക്കി, എന്തോ വലിപ്പം നോക്കി, പല വലിപ്പത്തിലെ ചെടിച്ചട്ടികൾ കണ്ടില്ല, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത്. അതുപോലെ തന്നെ ആ ഭാഗത്ത് വരുന്ന ചെടികളാണ് കേട്ടോ. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. എന്ത് ഭംഗിയാണ് കാണാൻ. ഈ ഭാഗത്തുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ കാണുന്ന കടലാസ് ചെടി കേട്ടോ. ഫുള്ള് ചെടി വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കുറഞ്ഞ ഭാഗമാണെങ്കിൽ ഇത് നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എത്രത്തോളം പഴക്കമുണ്ട് നോക്കിയേ. കൂടുതലായിട്ട് ഇഷ്ടിക വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ആ ഭാഗത്തേക്ക് എൻട്രി ഇല്ല, ക്ലോസ് ചെയ്തിരിക്കണു. എത്രത്തോളം റിസ്ക് എടുത്തിട്ടായിരിക്കും ഈ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടാവുക. ഇതിൻ്റെ തന്നെ ചില ഭാഗങ്ങളൊക്കെ നശിച്ച് പോലെ തുടങ്ങിയിട്ടുണ്ട്. ആ മോൾ ഭാഗം നോക്കി എന്ത് രസത്തിലാണ് ചെയ്തിരിക്കണല്ലേ. നമ്മളെ ചെടികളൊക്കെ വെക്കൂലേ ഫ്ലവർ പ്ലാസ്റ്റിക്കിൻ്റെ, ആ ഭാഗത്ത് കാണുന്നൊക്കെ പെയിൻ്റ് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞ് വിൽക്കാൻ വേണ്ടി വെച്ചാട്ടോ. പല രീതിയിലെ ഭരണികൾ, പണ്ടൊക്കെ നമ്മൾ അച്ചാറൊക്കെ ഇടൂലേ. ഈ ഭാഗത്ത് കണ്ടമാനുണ്ട് കേട്ടോ. ഇവർ ഇഷ്ടം പോലെ നിരത്തി വെച്ചിട്ടുണ്ട്. പല രീതിയിൽ, പല വലിപ്പത്തിൽ, ഒരു രക്ഷയില്ല. എത്രങ്ങാനോ നോക്കിയേ. ഈ ഒരു ഭാഗം മുതൽ ആ ഒരു ഭാഗം വരെ മുഴുവനായിട്ട് തന്നെ കേട്ടോ. ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കിയിട്ടാണോ ഇത് ചെയ്യണത്. ഒരു വെറൈറ്റി വീടും അതുപോലെ തന്നെ വെറൈറ്റി മധുരം അല്ലേ കാണാൻ. ഇവിടെ കണ്ടില്ലേ ചെറിയ രീതിയിലൊരു തട്ടുകട ഉണ്ട്. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാട്ടോ. മസാല ദോശ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ലൈവായിട്ട് ആളിത് എങ്ങനെ എടുത്ത് ചട്ടിക്ക് കഴിച്ച് ഉഷാറായിക്കോട്ടെ. വലിയ ദോശ കേട്ടോ ഇതിൽ ഉണ്ടാക്കണേ. 2 വലിയ ദോശയാണ്. അതിൻ്റെ മുകളിൽ വരെ ചെയ്യണത്. ഇതെന്താണ് വയ്ക്കണേ? ഓയില എന്ത് കട്ടിയാ നോക്കിയേ. ഇത് 2 കഴിച്ച് കഴിഞ്ഞാൽ തന്നെ വയറ് നിറയട്ടോ. ആ രീതിയിലാണ് സെറ്റ് ചെയ്യണത്. ചട്ടി അടിപൊളിയല്ലേ എന്തായാലും. ഇതൊക്കെ ഓൾറെഡി മസാല വരുന്നുണ്ട് കേട്ടോ. മസാല കാണിച്ചു തരാം. വലിയതായിട്ട് ഉണ്ടോ, നല്ല രീതിയിൽ മസാല തേക്കാൻ കേട്ടോ. ഒരു വെറൈറ്റി ടൈപ്പിലാണ് അയാൾ ചെയ്യണത്. മടക്കി സെറ്റാക്കി ഇത് മസാല തന്നെ ആയിരുന്നു കേട്ടോ. 2 മസാല ദോശ ഓൾറെഡി കുക്ക് ചെയ്തിരിക്കണം. 2 കഴിക്കുമെന്ന് അറിയില്ല, ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല. എന്തൊക്കെയാലും അതിൻ്റെ റിസൾട്ട് ഉണ്ടല്ലോ, കഴിച്ചിട്ട് പറയാം കേട്ടോ. താങ്ക് യു. ആദ്യത്തെ മസാല ദോശ ഇട്ടു, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ സാധാ പ്ലെയിൻ ദോശനെ ഓർഡർ ചെയ്തു. ഒരു മാറ്റി തന്നു, കുഴപ്പമില്ല, മാറ്റി തരാറുണ്ട്. അപ്പോൾ സാധാ പ്ലെയിൻ ദോശ തന്നു കേട്ടോ. ഒന്ന് കാണിച്ചു തരാം. പരിപ്പട തന്നെയാണ്, പക്ഷേ കൂടി ഉള്ളി കൂട്ടി മാക്സിമം ഒരു വെറൈറ്റി ആക്കി കൊണ്ടോ. കുഴപ്പമില്ല. നമ്മൾ പരിപ്പട ഉണ്ടല്ലേ, കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് ഇലവർഗ്ഗങ്ങളൊക്കെ ഇട്ടാണ് ഉണ്ടാക്കിയത്. ഒന്ന് മുരിച്ച് അങ്ങനെ ആ ലെവൽ കേട്ടോ. കുഴപ്പമില്ല. പിന്നെ വരുന്നത് ചമ്മന്തി കേട്ടോ. ഇതൊന്നൊരു പീസ് ഇങ്ങനെ എടുത്തിട്ട് ചമ്മന്തിയിൽ ഇങ്ങനെ നല്ലോണം ഒന്ന് മുക്കിയിട്ട് കഴിച്ചോക്കാം കേട്ടോ. ചമ്മന്തി ഉണ്ടല്ലോ പുടുത്തമുട്ടായിട്ട് കേട്ടോ. ദോശ അടിപൊളിയാണ്, രക്ഷയില്ല. സൺഫ്ലവറിൻ്റെ ഓയിലുണ്ടല്ലോ, അത് നന്നായി ഒഴിച്ചുകൊണ്ട് ഒന്നുകൂടി കഴിച്ചു. അടിപൊളി. ഒരു ടൈപ്പ് കറി കൂടി ഉണ്ട്, ടേസ്റ്റ് നോക്കാം. ഇതുണ്ടല്ലേ നമ്മൾ തക്കാളിയും അതുപോലെ തന്നെ ഒക്കെ പാടെ കൂട്ടിയിട്ട് മിക്സിങ് അതിലെ കറി കേട്ടോ. ഇതെന്താ അവസ്ഥ നോക്കാം. ഇത് നല്ലോണം മുക്കിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ വായിൽ വെച്ച് നോക്കാം. സംഭവം കാണാൻ പറ്റട്ടോ. അടിപൊളി ടേസ്റ്റ്, 2 അടിപൊളി, ഒന്നും പറയാൻ. മൈസൂരൊക്കെ വരുമ്പോൾ മാക്സിമം ഇങ്ങനത്തെ കടകളിൽ കയറി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ഫുഡും കിട്ടും, റേറ്റും കുറവാണ്. വലിയ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ 300, 400, 500 ബില്ല വരും. ആരെങ്കിലും മൈസൂർ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ചെറിയൊരു കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നോക്കി, ട്രൈ ചെയ്ത് നോക്കി. ഇതൊക്കെ തരുന്ന ചമ്മന്തിയും അതുപോലെ തന്നെ ഈ കറിയിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. പ്ലേറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. കഴിച്ചു 45. അടിപൊളി. ഓക്കെ, താങ്ക് യു. ഒരു 45 റുപ്യ ആയിട്ടുള്ളൂ കേട്ടോ. വേറെ നിറഞ്ഞു. ഈ ഭാഗത്ത് കണ്ട എസ് ബി ഐൻ്റെ ബാങ്ക് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ എസ് ബി ഐൻ്റെ ATM മെഷീനും കാണാൻ കേട്ടോ. ഈ ഒരു ഓട്ടോറിക്ഷൻ്റെ ബാക്കിലുണ്ടല്ലേ, നമ്മൾ പാലസിക്ക് നടന്നുകൊണ്ട് നിൽക്കണം. അതിൻ്റെ ഭാഗമില്ല റോട്ടിലേക്ക് ഇപ്പോൾ ചാടി.
ഈ ആളുകളൊക്കെ പോണത് പാലസിക്കാണ്. ഇപ്പോൾ പാലസിക്ക് പോണതിൻ്റെ ഭാഗമായിട്ട് കാണുന്ന മരങ്ങളാട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര വലിയൊരു മരമാണല്ലേ കാണാൻ. കോട്ടയുടെ ഭാഗങ്ങളാട്ടോ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ കണ്ടില്ല, അടിഭാഗത്തൊക്കെ കല്ല് പതിച്ചിട്ടുണ്ട് കേട്ടോ. ആ കാണണ കേട്ടോ പാലസ് വരുന്നത്. ആ കാണുന്ന ഭാഗങ്ങളൊക്കെ പാലസിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാട്ടോ. ആ തിലക്കെ കണ്ടില്ലേ, പാലസ് പക്ക സെറ്റാണ്. ഈ ഭാഗത്തൂടെ ആൾക്കാരാണ്ട് പോയിട്ടാണോ സംശയമുണ്ട്. ഈ ഭാഗത്തൊക്കെ ക്ലോസ്ഡാണ്, ചില ടൈമിൽ തുറക്കലുണ്ട് കേട്ടോ ഈ ഭാഗം. ഈ ഒരു ഭാഗത്ത് നിന്ന് കാണുമ്പോഴും അതുപോലെ തന്നെ ആ പോണ കണ്ടില്ലേ കുതിരവണ്ടിയും അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറച്ച് കാഴ്ചകളും ഒരു രക്ഷയില്ലാത്ത അടിപൊളി കാഴ്ചകളാട്ടോ. ഇവിടെ വരുന്ന ആളുകളൊക്കെ മെയിൻ കൗണ്ടർക്ക് ആക്കിത്തരാന്ന് പറഞ്ഞാൽ 50 ഉറുപ്പിക നമ്മൾ ചാർജ് ചെയ്യുന്നുള്ളൂ. ഈ ഭാഗത്തൂടെ ഒരു 5 മിനിറ്റോളം നടക്കണം. ഇവിടെ കണ്ടില്ലേ മുകളിൽ അടിപൊളിയല്ലേ. മൈസൂർ വന്നു കഴിഞ്ഞാൽ ആരും മൈസൂർ പാലസ് കാണാൻ മടങ്ങാറില്ല കേട്ടോ. ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും മൈസൂർ പാലസ് കാണും, എങ്ങനെയൊക്കെ ആയിട്ട് കാണും. എന്ന് വെച്ചാൽ ബസ്സിൽ ഇരുന്നിട്ടോ. ഈ ഭാഗത്തുണ്ടോ ചെറിയൊരു ഗ്യാപ്പാണ് വരുന്നത്. ആ ഗ്യാപ്പ് കൂടി നമ്മൾ നടന്നു പോകണം കേട്ടോ. ഈ ഒരു മരത്തിൻ്റെ വണ്ണം നോക്കി, എന്തൊരു വണ്ണാലേ. എത്ര കാലം പഴക്കണ്ടാവും ഇതിന്. മരത്തിനെ ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗം കട്ടിട്ടുകാണ്ട് പക്ക സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതെ അടുത്തൊരു മരം കാണാം കേട്ടോ. എത്ര പേയ്മെന്റ്? ഒരു 5 മിനിറ്റ് നടന്നതിന് ശേഷം നമ്മൾ പാലസിന് മുൻഭാഗത്തപ്പം നിൽക്കുന്നത്. ഇവിടെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ആ കാണുന്നതാട്ടോ ടിക്കറ്റ് കൗണ്ടർ. എന്തായാലും പോയോക്കാം. ഇവിടെ എത്തിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. ടിക്കറ്റിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇതേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു പാലസിന്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള മെയിൻ എൻട്രി ആട്ടോ ഈ കാണുന്നത്. എന്ത് ഭംഗിയിലാണ് അതെ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 3 നില ബിൽഡിങ്ങിന്റെ വലുപ്പത്തിലാട്ടോ ഈ ഒരു കവാടം വരുന്നത്. എന്തൊക്കെയായാലും മുന്നോട്ട് നടക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വലിയൊരു ഗേറ്റ് അല്ലെങ്കിലും ഒരു ആവറേജ് വലുപ്പത്തിലൊരു ഗേറ്റ് ആണ്. ഈ ഒരു ഭാഗത്ത് കൂടി എൻട്രൻസ് ഇല്ല കേട്ടോ. ഇവിടെ കണ്ടൊരു നായി കിടക്കുന്നുണ്ട്. എന്തൊക്കെയായാലും അതിന്റെ അകത്തേക്ക് ഇപ്പൊ കയറണില്ല, പുറത്തുള്ള കാഴ്ചകൾക്ക് ഒന്ന് കണ്ടതിന് ശേഷം കയറാം. ഇതിന്റെ തൊട്ടടുത്തത് ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. എന്തായാലും മെയിൻ കൗണ്ടർ ഇതാണ്. ഈ ഭാഗത്തോട്ട് ഉള്ളിൽ കയറട്ടോ. ആ ഭാഗത്ത് നിന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചതാണ്. ഇവിടെ കണ്ടോ ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന് എഴുതി വെച്ചുകൊണ്ട്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അവിശ്വസനീയമായ ഇന്ത്യ തന്നെയാണ്. ഇതിങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ വേൾഡിൽ തന്നെ ഫേമസ് ആട്ടോ ഈ മൈസൂർ പാലസ്. അതുകൊണ്ടായിരിക്കും. ഈ കാണുന്നത് ഫുള്ളായിട്ട് മരം കൊണ്ട് ഉണ്ടാക്കിയ കാര്യങ്ങളാട്ടോ. എല്ലാ കടയിൽ പോയാലും ഒരുപോലത്തെ കാഴ്ചകൾ തന്നെ കാണുന്നത്. ഇഷ്ടംപോലെ വെറൈറ്റി കാഴ്ചകൾ ഇവിടെ കാണാൻ കേട്ടോ. ഇവിടെ വരുന്ന ഏകദേശം ആളുകളൊക്കെ ഇത് വാങ്ങുന്നുണ്ട്. എന്തായാലും കാണാൻ നല്ല രസമുള്ളൊരു കാഴ്ചയുണ്ട് ഇതെല്ലാം. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ പല കടയിലും പല റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ കാണുന്ന ഏരിയന്നൊക്കെ എന്തെങ്കിലും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന പൈസക്ക് ഒരിക്കലും വാങ്ങരുത്. അവർ പറയുന്നതിന്റെ നേരെ പകുതി പറഞ്ഞാൽ തന്നെ അത് കിട്ടും. അപ്പോൾ മാക്സിമം നമ്മൾ റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടാണെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഒരിക്കലും അവർ പറയുന്ന റേറ്റിന് എടുക്കാതിരിക്കണേ നല്ലത്. മാക്സിമം ഒരു 1000 പറഞ്ഞു കഴിഞ്ഞാൽ 500 നമുക്ക് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അത് കുറേ ഇവിടെ കണ്ടൊരു കാര്യം കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതുള്ളൂ. എന്തായാലും ഇവിടുന്ന് പുറത്ത് കിടക്കട്ടോ. മൈസൂർ സിറ്റിയിൽ കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന കെട്ടിടമാണത്. ഇതൊക്കെ ഒറ്റക്കല്ലിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഒറ്റക്കല്ല് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മുതൽ ഇവിടെ നിന്ന് എപ്പില്ല അതുവരെ ഒരു കല്ലാണ്. ഇതേപോലെ മാർബിൾ കല്ലിലാട്ടോ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പാലസ് ഉണ്ടല്ലോ, പാലസിന്റെ ബാക്ക് സൈഡിലുള്ള അവസ്ഥ കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ 2 ഇന്ത്യക്കാർ നമ്മളെ ചാനൽ വേണമെന്ന് പറഞ്ഞാൽ വന്നാട്ടോ. എവിടെ സ്ഥലം? ബീഹാർ. ഓക്കെ മൈ ചാനലേ, കേരള ചാനലേ. ഓക്കെ നെക്സ്റ്റ് ടൈം. ഓക്കെ. പാലസിന്റെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പാട്ടോ ഈ കാണുന്നത്. ഈ ഭാഗങ്ങളൊക്കെ അധികം ചെറിയ കടകളാട്ടോ. ഈ ബസ്സുകളൊക്കെ ആള് ലോഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അല്ലാതെ വൈകാതെ പോകുന്നുണ്ടാവും. 3 ബസ്സായിട്ട് വെയിറ്റിങ്ങിലാണ്. ഈ 3 ഭാഗത്തേക്കുള്ള ബസ്സാണ്. ഇതൊക്കെ നോക്കിയാൽ കർണാടക ഡിസ്ട്രിക്റ്റിലെ വണ്ടികളാട്ടോ. ഇതൊക്കെ KSRTCന്റെ ഭാഗമായിട്ടാണ് ഓടുന്നത്.